പി ജെ വിൻസെന്റ്, അപ്പോൾ ഒരു റീജിയണൽ എസ്കലേഷൻ താങ്കൾ പറയുന്നു. ഇസ്രായേലിൽ അങ്ങനെ പലതരത്തിലുള്ള ബഹുമുഖമായ താല്പര്യങ്ങൾ ആ കാര്യത്തിൽ യുദ്ധം വികസിപ്പിക്കേണ്ടതിലുണ്ട്. പക്ഷെ അതിന് അമേരിക്കയുടെ പിന്തുണ പരമപ്രധാനമാണല്ലോ. അമേരിക്ക ഒരു വലിയ കോൺഫ്ലിക്റ്റ് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിനെ ഫ്യൂവൽ ചെയ്യാൻ അമേരിക്ക ഇഷ്ടപ്പെടുന്നുമില്ല. ലോകത്തെല്ലായിടത്തും അത്തരം കോൺഫ്ലിക്റ്റ് ഏരിയാസിൽ നിന്നെല്ലാം വിഡ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അമേരിക്ക ഇതൊരിക്കലും ഗസയ്ക്ക് പുറത്തേക്ക് പോകരുതെന്ന് ആവർത്തിച്ച് പറയുന്ന അമേരിക്കയുടെ പിന്തുണ അവിടെ ഒരു വിഷയമാവുന്നുണ്ടോ, ഒരു ഫാക്ടർ ആവുന്നുണ്ടോ? തീർച്ചയായിട്ടും അമേരിക്കയുടെ പിന്തുണ ഫാക്ടറാണ്. പക്ഷെ നിലവിൽ ഒരു വെടിനിർത്തലിലേക്ക് സമ്പൂർണ്ണ വെടിനിർത്തലിലേക്ക് ഇസ്രായേലിനെ നയിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല. അമേരിക്കയുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലല്ല ഇസ്രായേൽ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഇസ്രായേലിന് അതിന്റെ അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള പലവിധ കാരണങ്ങളുണ്ട്. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വെസ്റ്റ് ഏഷ്യയിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ശക്തിപ്പെട്ടു വരുന്ന ചൈനയുടെ സ്വാധീനം, അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭൂമിക, സൗദി അറേബ്യയും ഇറാനും തമ്മിൽ ചൈനയുടെ മധ്യത്തിൽ രൂപപ്പെട്ട ഐക്യം, ഇങ്ങനെയുള്ള നിരവധി ഘടകങ്ങൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. ഇപ്പോൾ അമേരിക്കയ്ക്ക് ആ മേഖലയിൽ ആശ്രയിക്കാൻ പറ്റുന്ന ഏക സഖ്യശക്തി ഇസ്രായേലാണ്. അതുകൊണ്ട് ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്കൊപ്പമല്ലാതെ വ്യത്യസ്തമായ ഒരു നിലപാട് നിലവിൽ അമേരിക്ക എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. എന്ന് വെച്ചാൽ യുദ്ധം വികസിച്ചാലും അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകുമെന്ന കോൺഫിഡൻസ് ഇസ്രായേലിനുണ്ട്. തീർച്ചയായിട്ടും കോൺഫിഡൻസ് ഉണ്ടെന്ന് മാത്രമല്ല, അമേരിക്കയ്ക്ക് വേറെ ആൾട്ടർനേറ്റീവ് ഇല്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അമേരിക്കയുടെ ഈ ചെങ്കടൽ, സൂയസ് കനാൽ വഴിയുള്ള കപ്പൽ ഗതാഗതവും ചെങ്കടലും പേർഷ്യൻ ഗൾഫും ഒക്കെ തന്ത്രപരമായി വളരെ പ്രധാനപ്പെട്ടതാണ്. അമേരിക്കയുടെ ആഗോള ആധിപത്യം നിലനിർത്തുന്നതിന് ഈ മേഖലയിൽ സുരക്ഷിതമായി അവരുടെ നിയന്ത്രണത്തിൽ നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. അതോടൊപ്പം ഈ ഗൾഫ് രാജ്യങ്ങളും അതുപോലെ സൗദി അറേബ്യയും അടക്കമുള്ള രാജ്യങ്ങൾ ഒരു പരിധിവരെ അമേരിക്കയുടെ പ്രൊട്ടക്ടറേറ്റുകളാണ്, അമേരിക്കയുടെ സംരക്ഷിത രാഷ്ട്രങ്ങളാണ്. ഈ രാഷ്ട്രങ്ങളുടെ പ്രതിരോധം പലപ്പോഴും അമേരിക്കൻ നിയന്ത്രിതവുമാണ്. അതുകൊണ്ട് ആ മേഖലയിൽ അമേരിക്കയ്ക്ക് ഗൾഫ് മേഖലയെ സംരക്ഷിക്കണം, അതോടൊപ്പം അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കണം. ഈ ഘട്ടത്തിൽ അമേരിക്കയ്ക്ക് ആശ്രയിക്കാവുന്ന ഇസ്രായേൽ അല്ലാതെ മറ്റൊരു ശക്തിയില്ല. അതുകൊണ്ട് അവർക്ക് ആൾട്ടർനേറ്റീവ് ഇല്ല എന്നത് കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ തന്നെ ഹൂത്തികൾ അവരുടെ സ്വാധീനം, അവർക്ക് ഈ ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതത്തെ നിയന്ത്രിക്കാൻ പറ്റും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. പ്രധാനപ്പെട്ട കപ്പൽ കമ്പനികളെല്ലാം ഇപ്പോൾ കേപ്പ് ഓഫ് ദി ഗുഡ് ഹോപ്പ് ചുറ്റി അവരുടെ കപ്പലുകൾ യാത്ര ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. എന്തിനേറെ ഇന്ത്യക്ക് പോലും ഇത് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ലെബനനും അതുപോലെ ഇറാനും ഹൂത്തികളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സഖ്യം, അവര് പരിമിതമായ തോതിലെങ്കിലും ഒരു സമ്മർദ്ദ ശക്തിയായി, സൈനിക സമ്മർദ്ദ ശക്തിയായിട്ട് പോലും പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതിനുള്ള ശേഷിയും അവർക്കുണ്ട്. ഇത്തരം ഘട്ടത്തിൽ ഇസ്രായേലിന്റെ സൈനിക ലക്ഷ്യങ്ങൾക്കൊപ്പം നിൽക്കുകയല്ലാതെ മറ്റൊരു ആൾട്ടർനേറ്റീവ് അമേരിക്കയില്ല. അവിടെ സൈനിക താല്പര്യങ്ങൾക്കൊപ്പം സാമ്പത്തിക താല്പര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ എണ്ണ വ്യവസായവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക താല്പര്യങ്ങളെല്ലാം തന്നെ നിലനിർത്തണമെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ G20യുടെ ഭാഗമായി മുന്നോട്ട് വെച്ചിട്ടുള്ള ഇന്ത്യ, വെസ്റ്റ് ഏഷ്യ, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ഇസ്രായേലാണ്. അപ്പോൾ ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ കേന്ദ്രസ്ഥാനത്ത് നിർത്തുന്ന ഒരു നയം സ്വീകരിച്ചേ മതിയാകും. അതുകൊണ്ട് അമേരിക്കൻ പിന്തുണ ഇസ്രായേലിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേലിന്റെ രാഷ്ട്രീയത്തിനകത്ത് ശക്തിപ്പെട്ടു വരുന്ന അതിതീവ്ര സൈനിസ്റ്റ് സംഘടന, വിശേഷിച്ച ജൂയിഷ് പവർ പോലെയുള്ള പാർട്ടികൾ, അവര് പഴയ സൈനിസ്റ്റുകളുടെ നിലപാടൊന്നും അല്ല സ്വീകരിക്കുന്നത്. കിഴക്കൻ ജെറുസലേമിൽ നിന്ന് അറബികളെ പൂർണ്ണമായി പുറത്താക്കണം, അൽ-അക്സ പള്ളിയും ലോമോഫ്രോസും തകർത്ത് ജൂത ദേവാലയം പുനഃസൃഷ്ടിക്കണം, വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായി കൈപ്പിടിയിൽ ഒതുക്കണം, ഗസയിൽ നിന്ന് ആളുകളെ പുറത്താക്കി അത് പൂർണ്ണമായി ജൂത കുടിയേറ്റ കേന്ദ്രങ്ങളാക്കണം എന്നൊക്കെയുള്ള അതിതീവ്രമായ നിലപാടുകളാണ് അവർ എടുക്കുന്നത്. അവരവിടെ ഒരു സ്പിൻഡർ ഗ്രൂപ്പ് എന്ന നിലയിൽ അല്ല പ്രവർത്തിക്കുന്നത്. അവരുടെ നേതാക്കൾ അവിടെ പ്രതിരോധ മന്ത്രിയായിട്ടിരിക്കുന്നു, ഗവൺമെന്റിൽ മന്ത്രിമാരായിട്ടിരിക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭരണകൂടത്തിൽ അവർക്ക് അസാമാന്യമായ സ്വാധീനവുമുണ്ട്. അപ്പോൾ ഒരു ഇതിനു മുമ്പുള്ള പല സൈനിസ്റ്റ് ഭരണകൂടങ്ങളെക്കാൾ മറികടന്നുകൊണ്ട് അവരുടെ അജണ്ട നടപ്പാക്കാൻ സാധ്യതയുള്ള, ശേഷിയുള്ള, ഒരു പരിധിവരെ
ഇസ്രായേലി രാഷ്ട്രീയത്തിനകത്ത് സ്വാധീനമുള്ള ഈ റിലീജിയസ് ഗ്രൂപ്പുകളും അതിതീവ്ര സൈനിക ഗ്രൂപ്പുകളുടെയും ഒക്കെ പിന്തുണയുമുള്ള ഒരു ഭരണകൂടം കൂടിയാണ് ഇപ്പോൾ ഉള്ളത് എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഏതായാലും പലതരത്തിലുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒപ്പം മേഖലാ യുദ്ധമായി അത് വികസിക്കുന്നതിന്റെ സർവ്വ സാധ്യതകളിലേക്കും വിരൽ ചൂണ്ടുകയാണ് പുതിയ സംഭവ വികാസം എന്നതാണ്